പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു എപ്പിസോഡുമായിട്ടാണ് ബിഗ് പ്രൈസ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു പുള്ളി ചാടിപ്പോയി. ഈ പുള്ളിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 25,000 രൂപ ഇനാം നൽകാമെന്നാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. അതെ, അതിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും പല പോസ്റ്ററുകൾ ഒട്ടിച്ചു. ഇത് ഒരു മേസ്ത്രി അറിഞ്ഞു. മേസ്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ട്, കൂടെ അനീഷും വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് മേസ്ത്രിയുടെ പ്രകടനമെന്ന് നമുക്ക് കാണാം. ഇത് കണ്ട സംഭവം, ഇത് കണ്ട ഒരു പിടികിട്ടാ പുള്ളി ഇവൻ തന്നെ ഇനി നമ്മളവിടെ രാത്രി വന്നേ. ഇന്നലെ ഞാൻ കൊടുത്ത വാർത്തയാണല്ലേ ഇത്. ഈ വാർത്ത ഞാൻ ഇന്നലെ കൊടുത്തതാണ് കേട്ടാ. വായിക്കും, കണ്ണും പിടിക്കില്ല. എന്ത് ഈ ഫോട്ടോയിൽ കാണുന്ന പാതിര തങ്കപ്പൻ. ഓ, ഓരോരുത്തർക്ക് ഓരോ വായിക്കും. എന്താ പാതിര തങ്കപ്പൻ എന്ന തങ്കപ്പൻ ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്നും ചാടിപ്പോയി. പാതിര തങ്കപ്പനെ കാണിച്ചു കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് 20,000 രൂപ അല്ലേ. ഇന്നലെ ഞാൻ വാർത്ത കൊടുത്തേ ഉള്ളൂ. രാവിലെ എവിടെ നിന്ന് ജയിലിൽ ചാടിയത്. ഓ, ഇതവിടെ നെയ്യാറ്റിൻകര വല്ല മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്നപ്പോൾ ചാടി കാണും. ഇന്നലെ ഞാൻ രാവിലെ കൊടുത്ത വാർത്ത ഇത്. ഇവിടെ അയൽവാസികൾ ഏതോ ഒരു അവിടെ എന്തോ ഒരു മോഷണം എന്തോ അടിച്ചു മാറ്റി. വരട്ടെ, വരട്ടെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇവിടെ വെച്ച് പിടിച്ച് വാങ്ങാം. എത്ര രൂപ? 2 ലോഡിങ് പോയി. അങ്ങ് പോണ്ട, അവൻ വരട്ടെ, വന്നിട്ടേ പോവാം. അവന്മാർ കണ്ടാൽ പിന്നെ അലുമ്പായി പോകും. മറ്റേ ഈ ജോലിക്കാരെ മറ്റവൻ വരട്ടെ, നിങ്ങളിവിടെ ഇരിക്കും. അവൻ വരട്ടെ, ഈ ചെറുക്കൻ വന്നടനെ അങ്ങോട്ട് പോവാം. 2 ലോഡിങ് പോയി. അതിന് ലോഡ് കാണാതെ നോക്ക്, പൈസ കാര്യം പറയാൻ പറ്റും. അത് തന്നെ 10 രൂപ വാങ്ങിച്ചാൽ നഷ്ടമോ? ഇല്ല, നോക്കാം. അവിടെ എത്ര അതിലും കൂടുതൽ വരുമോ? 2 ലോഡിങ് പോയി. അവൻ വരട്ടെ, അവൻ ഊണ് വാങ്ങാൻ പോയി. പക്ഷെ അവനെ നമ്മൾ തപ്പിയാനായിട്ടാ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ട റോഡിലല്ലോ. എന്തിനാ അവൻ രക്ഷപ്പെട്ടു പോട്ടെ തന്നെ. പിന്നെ നമ്മളെന്തിനാ പാവം, അവൻ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പോണവനായിരിക്കും. ജോലിയോ കൂലിയോ ഒന്നും കൊടുക്കില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പുറകെ തിന്നോ ജീവിച്ച് പോട്ടും. ചിലപ്പോ ഇവനെ പിടിക്കാൻ പയ്യ യവന്മാരെല്ലാം വെച്ച് കുത്തിത്തരും. എന്നാലും അവൻ ചാവാൻ പോണവൻ. അതിനെ നമ്മൾ കൊണ്ട് നടക്കണം. അതെ അതെ അതെ. അഥവാ നമ്മള് പിടിച്ചു കൊടുത്തെന്ന് അറിയാം. അവ എപ്പോഴെങ്കിലും ഇറങ്ങി വരുമ്പോ അവൻ അന്വേഷിച്ചിട്ട് വീട് കയറി. ഓ, അങ്ങനെയുണ്ട്. അങ്ങനെയും ചെയ്യാം. അപ്പൊ നമ്മൾ ആണുങ്ങളില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറി വെട്ടിയാ എന്ത് ചെയ്യും? സംഭവിച്ച ഈ ക്രിമിനലിന് അങ്ങനെ ഒരു ബോധമുണ്ട്. ഓ, അതിനല്ലേ ക്രിമിനലിനെ ബാക്കി പോലീസ് മാത്രം പിടിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളൊന്നും ചെയ്യുന്ന പിടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നോക്കി പിടിക്കണം. എന്തെങ്കിലും അപകടം ഉണ്ടായി അവര് ഒരുപാട് ഉടായ്പ് അറിയാന്നുള്ളവരാണ് ഇങ്ങനെ ഉള്ളവർ. പക്ഷെ വേറൊരു കേസ്, ഇവര് അവിടെ നിന്ന് ചാടിപ്പോയതുകൊണ്ട് അവന്റെ കയ്യിൽ വേറെ ഒന്നും കാണാൻ സാധ്യതയില്ല. എപ്പോഴും കാണൂല. അവന് വേറെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം. അവനെ പിടിച്ചോണ്ട് പോയാൽ അങ്ങനെയല്ലേ. ഓ, അങ്ങനെയാണ്. അവന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവൻ സ്ഥിരം കള്ളനാണ്. ഒരു തീവ്രവാദി ലുക്കുണ്ട്. അല്ല, പോലീസുകാരെ പിടിച്ചോണ്ട് പോകുമ്പോ കൈ തട്ടിയിട്ട് പോണെങ്കിൽ അവൻ അത്ര അഗ്രഹണീയനാണ്. അത് ശരി തന്നെ കേട്ടാ. പിന്നെ നമുക്ക് പിടിക്കാം, അത് വേറെ സത്യം. 25,000 രൂപയാണ് കാണിച്ചു കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ ചെയ്യണവർക്ക്. എന്തായാലും എവിടെയെങ്കിലും ആ സ്ഥലം വിട്ടല്ലേ. പക്ഷെ ഇന്നലെ രാവിലെയാണ്. അപ്പോൾ ദൂരെ പോകാൻ അവർ നല്ല വില വിരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അവരെ അന്വേഷിക്കും. അത് തന്നെ, എങ്കിലും ദൂരെ പോകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അത് എന്ന് വെച്ചാൽ പോലീസുകാർക്ക് നാണക്കേടാണ്, ഇവർക്ക് നാണക്കേടാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇവർക്ക് വിഷയമൊന്നുമില്ല. അല്ല ഇവർക്ക് നാണക്കേടെന്ന് ജോലിക്ക് അവന്റെ ജോലി കൃത്യതയില്ല. ഇവർക്ക് നാണക്കേടാകുമ്പോൾ സസ്പെൻഡും കിട്ടും. അതുകൊണ്ടാണ് അവർ 25,000 ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മനസ്സിലായി? എന്ന് വെച്ചാൽ പെട്ടെന്ന് വിളിച്ച് തടി തപ്പാനാണ്. ഇവന്മാരെ എൻ്റെ കയ്യിൽ വല്ല തോക്കാ ബീക്കാ വല്ലതും ഉണ്ടോ എന്തോ?
എന്തെങ്കിലുമൊക്കെ അപകടകരമായ സാധനങ്ങൾ അവൻ്റെ കയ്യിൽ കണ്ടായിരിക്കും. എപ്പോഴും തീവ്രവാദീരയിൽ ഏതെങ്കിലും ഒരു അവൻ്റെ സ്വയം രക്ഷയ്ക്കുള്ള സാധനം ഉണ്ടായിരിക്കും. സ്വയം രക്ഷയ്ക്കും മറ്റവനെ തട്ടിക്കിട്ട് പോകാൻ്റെ സംവിധാനം ഉണ്ടായിരിക്കും. നല്ല അഭ്യാസം അറിയാമെന്നുള്ളതാണെങ്കിൽ ചവിട്ടി പൂട്ടിയിടാം. ഒരു പൂട്ടിട്ട് വെച്ച് ഇവിടെ കെട്ടി വെച്ചാൽ പോലീസ് വിളിച്ചാൽ കൊടുക്കും. ഇപ്പോൾ കൂടുതലും ഇങ്ങനെ ഈ ഇനാം പ്രഖ്യാപിക്കണമുണ്ടല്ലേ ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടണം, അല്ലേ കിട്ടൂല. ഇത് ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിനകത്ത് കയറി ഇരിക്കുന്നതായിരിക്കും. മനസ്സിലായി? ഏതെങ്കിലും വീട്ടിനകത്ത് കയറി ഇരിക്കുന്ന അവരെ വിരട്ടിയിട്ടിരിക്കും. ആരെങ്കിലും അറിയോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കൊന്നുകളയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവനെ രക്ഷയുമായി അവരെ ഉപദ്രവിക്കുമെന്ന് പറയുമെങ്കിലും അവരെ ഉപദ്രവിക്കില്ല. അങ്ങനെ ഒരു മനസ്സുണ്ട് അവർ. ഇവർക്ക് അങ്ങനെ മനസ്സുണ്ടല്ലേ? അവിടെ കണ്ട് നല്ല പരിചയം നമ്മളെ കണ്ടിട്ട് അയാൾ ഒളിക്കുന്ന കണ്ടല്ലേ? അയ്യോ കൊണ്ട് അയ്യോ ഇയാള് തന്നെ. ചേട്ടാ ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടോ അയാളെ? അവിടെ കിടന്ന് പതുങ്ങുന്നു. അവൻ തന്നെ ഇന്നലെ അവിടെ വന്ന് വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാത്ത പോലെ കിടന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് താഴോട്ട് കിടന്ന് പതുങ്ങി ഒളിച്ചു കളി ചോദിച്ചു. ഞങ്ങൾ പേടിച്ചിട്ട് വന്നിയത്. നോക്കട്ടെ എവിടെ ഏത് ഭാഗത്ത്? ആ ഭാഗത്തായിട്ട് കയ്യിൽ വല്ലതും എടുക്കണോ? പക്ഷെ 2 ദിവസം മുമ്പേ ഞാൻ അവനെ കണ്ടു ഇവിടെ കിടന്ന് കറങ്ങണേ. ഇനി അവൻ തന്നെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 ദിവസം മുന്നേ ഇവനെ ഞാൻ കണ്ട് ആഹാരമൊന്നും കഴിക്കാതെ ഒരു ഉണങ്ങിയ ഒരുത്തൻ. ചിലപ്പം ഈ ഭാഗത്ത് വല്ലതും കാണും. പാടി എവിടെയെങ്കിലും പതുങ്ങിയിരുന്നാൽ മതിയല്ലോ. ഈ മരത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പതുങ്ങിയിരുന്നാ. തോടും അത് പോയിട്ട് ഇത് കണ്ടില്ലേ, പുല്ലും പിടിച്ച് കിടക്കുകയല്ലേ. അതിൻ്റെ ഇടയിലായിട്ട് വല്ലതും ഉണ്ടോന്നോ? അങ്ങോട്ട് നോക്കിയല്ലേ പറഞ്ഞ എവിടെയെങ്കിലും തന്നെ നോക്കിയാ. പിന്നെ അതേ താടിയൊക്കെ ഇല്ലേ? എന്തോ അതാ ഒരുത്തൻ ചാടണം. അവൻ തന്നെ എന്തോ തന്നെ അവനാവാൻ സാധ്യത ഉണ്ട് കേട്ടാ. നില്ലവിടെ എവിടെ പോണേ? എവിടെ പോണേ? മൂത്രമൊഴിക്കാൻ മൂത്രമൊഴിക്കാനോ? നിന്റെ പേരെന്താണ്? എൻ്റെ ആൻഡ്രൂസ്. എവിടെ വീട്? ഞാൻ കുറച്ച് ഇവിടെ കിടന്ന് കറങ്ങണ എന്ത്? ചുമ്മാ മൂത്രമൊഴിക്കാൻ കയറിയ. ഇവൻ തന്നെ ഫോട്ടോ കണ്ട ഇവൻ തന്നെ. കൊണ്ടുവാ പിടിച്ച ഉടുപ്പ് പിടിച്ച ഞാൻ അവിടെ നിന്ന് എന്നാ പിടിച്ചോണ്ടോ? എന്ത് കാര്യം? അത് എന്നെ ചോദിക്കണം. എന്നെ പിടിച്ചാൽ എന്തിനു? അവിടെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് ദൂരമല്ല. എനിക്ക് കുറച്ച് ദൂരമല്ല. ഇവിടെ നിന്നുണ്ടോ? ഇവിടെ നിൽക്കാം. എന്താ കാരണം ഇവിടെ വരാൻ? കുറെ ദിവസം കറങ്ങാൻ. എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. ഞാൻ ചുമ്മാ ഇത്തിരി വെള്ളം മാറ്റി കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തോളാം. വെള്ളം കിട്ടി കഴിയുമ്പോ പോവോ? ഇല്ലല്ലോ. ചുമ്മാ വന്നാ കേട്ടാ. ചുമ്മാ അങ്ങനെ എനിക്ക് ഒരിടത്ത് ഇരുന്നൂടെ ഇപ്പം? ഇരിക്കാം. പിന്നെ വെള്ളം വേണോ? വെള്ളോ? എനിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ പോണ്. എവിടെ പോണ്? എന്തിനു പറഞ്ഞത്? ചുമ്മാ എന്നെ പിടിച്ച് വെച്ചിട്ട് പോലീസ് എന്തിനു പറഞ്ഞത്? അല്ലല്ല, ഇവിടെ കന്ന് കറങ്ങണ കുറെ ദിവസം ആയില്ലേ ഇവിടെ? എവിടെ? ഇവിടെ മൊത്തം കിടന്ന് കറങ്ങിയ. ആര് കറങ്ങണ്? ന്യൂസിലുണ്ടായിരുന്നില്ല, കാണാനില്ലെന്ന് പറഞ്ഞ് ചാടിപ്പോയെന്നും പറഞ്ഞിട്ടുണ്ട്.
ആര് ചാടി കണ്ടു കിട്ടുന്നവർക്ക് എത്ര 25,000 രൂപയാണ് ഒന്നും രണ്ടുമല്ല 25,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് എന്നെ പിടിച്ചു വെച്ചേക്കണത്. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ കണ്ട് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട് പറഞ്ഞു? ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് പിടിച്ചതിന് പിടിച്ചതാ? പിടിച്ചതൊന്നുമില്ല ചേട്ടാ. എൻ്റെ വീടിന്റെ അടുത്തുള്ള 2 വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരുത്തൻ ഷർട്ട് ഊരിട്ടിട്ട് നടക്കൂ. അതുകൊണ്ട് ഷർട്ട് ഊരിയിട്ട് ആൾക്കാരെന്തെങ്കിലും നെഞ്ചും കാണിച്ചിട്ട് നടക്കും. ചൂടല്ലേ ചേട്ടാ, അതുകൊണ്ട്. ചൂടൊന്നും അല്ല, അവന്റെ കഴുത്തിൽ 2.5 പവന്റെ മാല ഉണ്ടായിരുന്നു. ഞാൻ അത് വലിച്ചു പൊട്ടിച്ചെടുത്ത്. അങ്ങനെ ഷൈൻ ചെയ്യണ്ടെന്ന് വെച്ചു. ചേട്ടാ അയാള് കാശ് കൊടുത്ത് മേടിച്ച് വിട്ട മാല അങ്ങനെ ഷൈൻ ചെയ്യണ്ട കേട്ടോ. പിന്നെ അവൻ എന്തിനു നാട്ടുകാരെ കാണിക്കാൻ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് 2.5 പവന്റെ മാല? ആര്? ജോലി ചെയ്ത് പോണം, വിട് കേട്ടോ. ഞാൻ പോട്ട് ഇതിപ്പോ ഇവിടെ നിന്ന് ആരെങ്കിലും സാധനങ്ങൾ മോട്ടിച്ചോണ്ട് പോയാ അടുത്ത വീടുകളിൽ ഇരിക്കുന്നില്ല. ഇവിടെ നിന്ന് സാധനങ്ങൾ വേറെ വില എടുത്തോണ്ട് പോയാ ഞാൻ ഇവിടെ മോട്ടിക്കണം നിങ്ങൾ കണ്ട? ഇല്ല. നീ എന്തിനാ അവിടെ കയറിയത്? അവിടെ കയറിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് മൂത്രം ഒഴിക്കണം ഞാൻ പറഞ്ഞല്ലോ. മൂത്രം ഒഴിക്കാം? അല്ലാതെ ഇവിടെ സൈഡിൽ നിന്നാ പോരെ. അതിന് മുള്ളുവേലി ചാടി കിടന്ന് അതിനകത്ത് പതുങ്ങി കിടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ പതുങ്ങി? എന്തിനാ നിങ്ങള് പെണ്ണുങ്ങളെ കണ്ടോ പതുങ്ങണ്ടേ? പെണ്ണുങ്ങളെ കണ്ട പതുങ്ങണ്ട. നിങ്ങൾ കളറായതുകൊണ്ടാണ് നിങ്ങൾ പതുങ്ങിയത്. വെള്ളം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. വെള്ളം ഇല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കൊടുക്കാം. ഞാൻ എടുത്ത് കൊടുക്കാം. നിങ്ങൾ സൈഡിലോട്ട് അയാളടുത്തേക്ക് ഞാൻ വെള്ളം എടുത്തിട്ട് പറഞ്ഞത് ഇരിക്കുന്നു. അയാളടുത്തേക്കും അവരെ ഒന്ന് ചേർന്നേക്കും. കുട്ടികളല്ലേ? ചേട്ടാ ആ ഫോട്ടോ കാണുന്ന ആള് തന്നെയല്ലേ ഇത്? നോക്കി ചേട്ടാ. ചേട്ടാ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ. അരിചയത്താന്നല്ല, ഞങ്ങൾ ഫോട്ടോക്കകത്ത് കണ്ടു നിങ്ങളെ. നിങ്ങൾ മിണ്ടായി വായി പറ്റണം മര്യാദയ്ക്ക് പറയുമ്പോ. സിനിമയിലാ? ചേട്ടാ ഇവിടെ കണ്ട കാര്യം പറയണ്ടേ? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ എന്തിനാ അവരുടെ പറയാൻ പോണം? നിങ്ങൾ മിണ്ടാ പോയി. ചേട്ടാ തോണ്ടേ ഫോട്ടോക്കകത്ത് അവിടെ കണ്ട ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ഫോട്ടോ ഒട്ടിച്ചു വെച്ചേക്കുന്നത് 2 എണ്ണം. താ നിങ്ങളുടെ ഫോട്ടോയിലല്ലേ ഒട്ടിച്ചു വെച്ചേക്കുന്നേ? നിങ്ങൾ ചേട്ടാ പറയുന്നത് സമ്മതിക്കത്തില്ലേ? നിങ്ങൾ പറയണ്ട, മിണ്ടായിക്കാൻ. ഓടിക്കളയും, അതുകൊണ്ടാണ് പറയാല്ലെന്ന് പറയണേ അല്ലേ? ഓടത്തൊന്നും ഇല്ല ചേട്ടാ. ഇവിടെ ഓടിയായിട്ട് ഇവിടെ കുളവാ. ഓട്ടിച്ച് പിടിക്കാം. നമുക്ക് പിടിക്കാം. അങ്ങോട്ട് ഓടത്തൊന്നുമില്ല. അങ്ങനെ ഓടാനാണെങ്കിൽ അങ്ങനെ എപ്പോഴും ഓടിയേനെ. ഇല്ല ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിക്ക് അവിടെ ചേട്ടാ ഓടല്ലേ. നിങ്ങൾ മിണ്ടായിക്കും. നിങ്ങൾ മേടിക്കാനൊന്നും വേണ്ട. ചേട്ടാ ഈ ചേട്ടൻ പറയുന്നത് സമ്മതിക്കത്തില്ലേ? നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറഞ്ഞ അപകടം നിങ്ങൾ വലിച്ചു വയ്ക്കണതിന് എന്തോ അപകടം ചേട്ടാ. ഒരു പിടികിട്ടാ പുള്ളിയെ നമ്മൾ കണ്ടു. ചേട്ടാ ഒരു പിടികിട്ടാ പുള്ളിയെ ഇന്നലെ ഒരു ന്യൂസിനകത്തുണ്ട്. ഈ കശ്യപഴി ന്യൂസിനകത്ത് വരെ ഉണ്ട്. അത് ശരി തന്നെ. ഞങ്ങൾ അതിന് നേരി കണ്ടില്ലല്ലോ. ഇപ്പൊ നേരി കണ്ടോണ്ടേ നിങ്ങളോട് വിവരം പറഞ്ഞത്. അത് പറഞ്ഞ ഓക്കെ തന്നെ. കൊടുത്ത ന്യൂസാണ്. ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്നും ചാടിപ്പോയി. ശരി തന്നെയാണ്. കിട്ടുന്നവർ പോലീസിനെ അറിയിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പാതിരാ തങ്കപ്പനെ കാണിച്ചു കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ. ചേട്ടാ ഞങ്ങൾ ആദ്യമേ കണ്ടത്. എങ്ങനെ നമുക്ക് പൈസ കിട്ടിയാലേ പൈസ കിട്ടിയാൽ നമുക്ക് 4 പേർ കൂടെ എടുക്കാം. അല്ല പിടിച്ചു കൊടുക്കുന്നവർക്കാണ് പൈസ അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഞങ്ങളല്ലേ ഫസ്റ്റ് അവർക്ക് പൈസ ഒന്നും ഇല്ല. നമ്മളല്ലേ ആദ്യമേ. ഈ സമയം കളയാതെ വിളിക്കട്ടെ. പോലീസിനെ വിളിക്കാൻ. ചാടിപ്പോയ ആളെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് സാർ. എനിക്ക് ഇതിലൊന്നും കാര്യമില്ലെന്ന് സാർ. സാർ ടീഷർട്ട് ഇട്ടിട്ടാണ്, ഒരു താടിയുള്ള ആളാണ്. ഓ സാറേ 25,000 രൂപ കിട്ടുമല്ലോ അല്ലേ? സാർ 25,000 രൂപയ്ക്ക് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. സാർ ശരി സാർ. ശരി ചേട്ടാ നമ്മൾ പോവില്ലേ? ഇവിടെ നിൽക്കുന്നവര് പോവില്ലെന്ന് പറഞ്ഞു. ഞാൻ 25,000 രൂപ, ഞാൻ 50,000 രൂപ തരാം. എനിക്കിതൊന്നും വേണ്ട. എന്നെ പിടിച്ചു കൊടുക്കല്ലേ? ഞാൻ നിങ്ങളെ പിടിക്കുന്നില്ല. എന്നെ പിടിച്ചു കൊടുക്കല്ലേ? കെട്ടി വെച്ചതല്ല. വല്ല ആയുധം വല്ലതും ഉണ്ടോ? ഞാൻ തരാം. എനിക്ക് വേണ്ട. നിങ്ങളെ പൈസ ഒന്നും വേണ്ട. നിങ്ങൾ എന്നെ പിടിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളെ പിടിച്ചു കൊടുത്തിട്ട് കെട്ടി ഞാൻ പിടിച്ചു വെക്കാം. പിടിച്ചോ. എന്റെ കയ്യിൽ കൂടെ കെട്ടല്ലേ? ഇല്ല പിടിച്ചോ. ഞങ്ങളാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ. ഞങ്ങൾക്ക് 25,000 പപ്പാതി വേണം കേട്ടാ. ഞങ്ങൾക്ക് പപ്പാതി തരണേ. ചുമ്മാ നിങ്ങൾ ചേട്ടാ പപ്പാതി തരണേ. ഞങ്ങളിവിടെ നിൽക്കുന്നത്. ചാടിക്കളല്ലേ?
പിടിച്ചോ, നീ നല്ല പിടിച്ചോ. കൈ ഇട്ടിട്ട് കാര്യമുണ്ടോ? അയാൾ ഓടത്തില്ലേ? കാല് കണ്ടോ? കൈ ഇട്ടിട്ട് കാര്യമുണ്ടോ? അയാൾ ഓടും. പിടിച്ചോ ഇല്ല. അയ്യോ, ഒരു തൊണ്ടി മുതൽ കിട്ടി. അതാ ഒരു വാച്ച് അടിച്ചു. ചേട്ടാ, ആ മാല എന്തോ എടുത്തു ചേട്ടാ? പിടിച്ചോ. ഒരു കയറ് എടുത്തിട്ട് വരാം. നോക്കട്ടെ. ഇവിടെ ക്യാമറ അയ്യോ വേണ്ട, ഒരു തൊണ്ടി മുതൽ കിട്ടി ചേട്ടാ. അത് പോട്ടെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നോ. അണ്ണാ, എന്നെ പിടിച്ചു കൊടുത്ത 25,000 രൂപ എനിക്ക് വേണ്ട. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു? നിങ്ങൾ എന്തിനാണ് നമ്മളെ ഉപദ്രവിക്കാൻ വന്നത്? നിങ്ങൾ ഉത്തരവിക്കാൻ വന്നതല്ലേ? പിന്നെ അവിടെ പതുങ്ങിയതല്ലേ? നിങ്ങൾ എന്തിനാ പതുങ്ങിയത്? നിങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നു. കുരുതിക്ക് കൊടുക്കൂല നിങ്ങൾ? ഇല്ല. പിന്നെ നിങ്ങളുടെ ന്യൂസ് ഫുള്ളുണ്ട്. ടിവിയിലെല്ലാം ന്യൂസ് ഉണ്ട്. ഇപ്പൊ തന്നെ അവിടെ ഒട്ടിച്ച് വെച്ചേക്കണോ? നിങ്ങളെ പിടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് 25,000 രൂപ കിട്ടും. അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് പിടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് 25,000 കിട്ടും. അയ്യോ, മാല വിറ്റുണ്ട്. 2 ലക്ഷം രൂപ. ആ, ഞങ്ങൾക്ക് തരാം. ഞങ്ങൾക്ക് ആ പൈസ വേണ്ട. ഇത് മതിയാ? അത് മതിയുടെ കൊണ്ടുപോയി കാലം കൈനെ കേട്ടാ. അണ്ണാ, എന്തിനാ പോണു നീ? ഞാൻ ഒന്നും ചെയ്യണില്ല. നീ എന്നെ വിട്. തോർത്തടിക്കും. ഇത് തോർത്തണ്ട, കെട്ടടാ. നീ എന്നെ കുരുതി കൊടുത്ത് 25,000 രൂപ ആകാൻ പോകും. കാലിൽ കെട്ടടാ. അല്ല, കാലം കേട്ടാ. അങ്ങനെ കെട്ടല്ലേ? കെട്ടടേ അങ്ങോട്ട്. അങ്ങനെ കെട്ടല്ലേ? ഇവിടെ 2 കാലും കെട്ടടേ. അങ്ങനെ കെട്ടാക്കൂലെന്ന്. ഞാൻ പിടിച്ചിക്കാം. നിങ്ങൾ കെട്ടി കെട്ടടേ അങ്ങോട്ട്. കാലിൽ വണ്ടി വേണം. പോട്ടെ. കാലിൽ കെട്ടടാ. അല്ല, ഈ 2 കാലിൽ കെട്ടടേ. കാലിൽ അങ്ങനെ കെട്ടാൻ പറ്റൂല. എന്താ അങ്ങനെ കെട്ടു? മുറുക്കി കെട്ടണേ. നീ അയ്യോ, ഒരു പ്രാങ്ക് ഷോ ആണ്. ഇതൊരു ഷോ ആണ് കേട്ടോ. ബിഗ് പ്രാങ്ക്സ് എന്ന് പറയുന്ന ഷോ ആണ്. അതുകൊണ്ട് നോക്കി ക്യാമറയൊക്കെ. എന്തോന്ന് ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് മോഷണം നടക്കണം? ഓ, അത് ശരി. പിന്നെ നിങ്ങള് കള്ളന്റെ ലുക്കും ഉണ്ട്. കള്ളന്റെ ലുക്ക്. ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് കൊറ്റാമം വഴുതോട്ട് കുടത്താണ്. അപ്പോൾ ഒരു പുള്ളി ചാടിപ്പോയി. പുള്ളിക്ക് 25,000 രൂപ ഇനാം പ്രഖ്യാപിച്ചു. അപ്പോൾ അവരെ പിടിച്ചു കൊടുക്കാനും ഉള്ള ഇത്രയും തത്രപ്പാടായിരുന്നു ഇതുവരെ കണ്ടത്, അല്ലേ? അതെ ചേട്ടാ, ഇത് ഒരാൾ ചാടിപ്പോയി 25,000 രൂപ ഇനാം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് തോന്നി ചേട്ടനത്? എനിക്കോ? ആ, അതൊന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? താല്പര്യം തോന്നി. പൈസ ഷെയർ ചെയ്യാനാണോ? അതെ. പൈസക്ക് 1-2 മോഹമൊന്നും അല്ലല്ലേ? ആരെങ്കിലും പിടിച്ചു കൊടുത്ത് കുറെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച? അത് ശരിയാണ്. ശരിയാണല്ലേ? ആ, അപ്പൊ നമുക്ക് ഇന്ന് ഇതിനെ ഷൂട്ടിന് വേണ്ടി എല്ലാം നമ്മള് സജ്ജെല്ലാം ഒരുക്കി തന്ന താരയുടെ വീട്ടിലായിരുന്നു. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തത് ചേട്ടാ, പേര് പറഞ്ഞോ? സുരേഷ്. ചേട്ടാ വരൂ. താര, പിന്നെ അനന്തു, അഭിഷേക്. അപ്പോൾ ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ജോലി സ്ഥലത്ത് നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ് അല്ലേ? അനീഷ്, തേച്ച് പകുതി ആയതേ ഉള്ളൂ അല്ലേ? ഉണങ്ങി കാണുക തേച്ച സ്ഥലം. ആദ്യം ബിഗ് പ്രാങ്ക്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം.
പെട്ടെന്ന് പോയാൽ ബാക്കി തേച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ കമ്പിളിരി ചുരണ്ടിയിട്ട് ഒന്നേം തേക്കേണ്ടി വരും. മേസ്ത്രിയാണ് തേച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്ക് പൊക്കിക്കൊണ്ട് വന്നതാണ്.